വിജയിച്ച് വാവും തോന്നുന്ന സിനിമകളിൽ രണ്ടാം ഭാഗം വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് ആ റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. അതേപോലെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമയാണ് ആകാശഗംഗ 2. കണ്ടല്ലോ, ആകാശഗംഗ 1 കണ്ടിട്ട് ആ ഒരു ഒരുപാട് നെഗറ്റീവ് ആയിപ്പോയി ആകാശഗംഗ 2 പറഞ്ഞപ്പോൾ. ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു തട്ട് ഇറങ്ങിയ പോലെ ഫീൽ ചെയ്തായിരുന്നു ആ സമയത്ത്. എന്നെ കണ്ട് ഫീൽ ചെയ്തായിരുന്നു? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലവർക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ വലിയ രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാറൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളെ കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അങ്ങനെ നമ്മള് അതെന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം വരുമ്പോൾ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. സോ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്, ഐ തിങ്ക്.